പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വൻ സ്ഫോടനം. മസ്ജിദിന് സമീപം നടന്ന പൊട്ടിത്തെറിയിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ചാവേർ സ്ഫോടനം എന്നാണ് നിഗമനം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ എസ് നന്ദഗോപൻ നൽകും. നന്ദഗോപൻ പറയൂ. അമൽ, പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ ഇമാം ബർഗ എന്നുള്ള സ്ഥലത്താണ് ഈ സ്ഫോടനമുണ്ടായത്. ഒരു ഷിയ മുസ്ലിം പള്ളിയിലാണ് ഈ സ്ഫോടനമുണ്ടായത്. ഉച്ചയ്ക്ക് ജുമാ നമസ്കാര സമയമാണ് ഈ വൻ ഒരു സ്ഫോടനമുണ്ടായത് എന്നുള്ളതാണ് പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ സമയം ആ പള്ളിക്കുള്ളിൽ നിരവധി ആൾക്കാരുണ്ടായിരുന്നു. ഒരു ചാവേർ സ്ഫോടനം എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം. ഭീകരവാദ ആക്രമണമാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഇപ്പോൾ ഒരു പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗിക പ്രതികരണമൊന്നും ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 20-ലധികം പേർക്ക് ഗുരുതര പരിക്കേറ്റു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നിരവധി പേരുടെ മരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം പാകിസ്ഥാൻ ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് ഈ പാകിസ്ഥാൻ്റെ വൃത്തങ്ങളും മറ്റും വ്യക്തമാക്കുന്നത്. ഇത് ചാവേർ ആക്രമണം തന്നെയാണ്, ഭീകരാക്രമണം തന്നെയാണ്. പാകിസ്ഥാനിൽ അടുത്തിടെ ഉണ്ടായ ഏറ്റവും വലിയ സ്ഫോടനമാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഏതായാലും ഇപ്പോൾ ഈ പരിക്കേറ്റവരെയും അടക്കം അവിടേക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. സ്ഥലത്ത് വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മൃതദേഹങ്ങളും മറ്റും ചിന്നിച്ചിതറി കിടക്കുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഈ അടുത്തിടെ ഉണ്ടായ ഏറ്റവും വലിയ സ്ഫോടനം എന്നുള്ള ഒരു സ്ഥിരീകരണവും പ്രാദേശിക മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു.